അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ പറയുന്ന കാര്യമാണ് ജോലി കയറിയിട്ട് പണി പഠിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതി പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത് അസൈൻമെന്റ് ചെയ്ത് ഉള്ള കാര്യങ്ങളൊന്നും അല്ല വർക്ക് എൻവയോൺമെന്റിൽ ഉള്ളത്. അതൊന്ന് അപ്പോ എല്ലാ വർഷവും ഇത് കൂടുതൽ കൂടുതൽ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് നമ്മൾ എടുക്കണമെങ്കിൽ എല്ലാ വർഷവും കൂടുതൽ 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 എഞ്ചിനീയേഴ്സ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ഗ്രാജുവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സപ്ലൈ ഭയങ്കര അധികം കൂടുകയാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള ജോലികളില്ല. സപ്ലൈ അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സപ്ലൈ അതിനനുസരിച്ച് മാർക്കറ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഡിമാൻഡ് അതിനനുസരിച്ചില്ല, അത്രത്തോളം ജോബ്സ് അവൈലബിൾ അല്ല. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ നമുക്ക് എന്താ പറ്റുക വെച്ചാൽ ആൾക്കാർക്ക് കിട്ടുന്ന ശമ്പളം കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഈ കമ്പനീസിനെ അറിയാം. അപ്പം 8,000 rupees ഒരു എഞ്ചിനീയർ വർക്ക് ചെയ്യാൻ റെഡി അല്ല എന്ന് പറയുമ്പോൾ അറ്റ് ദ സെയിം പ്ലേസ് ഒരു ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ റെഡി ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഈ പേയ്മെന്റും കാര്യമൊക്കെ കുറയുന്നത്. ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഉള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ പോഡ്കാസ്റ്റിൽ ഇന്നത്തെ എപ്പിസോഡിൽ ബ്ലൂ കോളർ ജോബ്സ് വേഴ്സസ് വൈറ്റ് കോളർ ജോബ്സ് നമ്മളങ്ങ് തമ്മിലടിച്ച് കമ്പയർ ചെയ്യാണ്. ഇത് രണ്ടും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്റെ മുന്നിൽ ഇവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു പേരന്റ് ആയിട്ട് മലയാളം എന്റെ മക്കൾ മലയാളം ഒന്നും സംസാരിക്കണം, ഇറ്റ്സ് സോ അൺകൂൾ, ഇറ്റ്സ് സോ ക്രിഞ്ചി, എന്റെ മക്കളൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ച് വളർന്നാൽ മതി, മലയാളത്തിനൊന്നും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കുറച്ച് ചുട്ട മറുപടി പറയാനുണ്ട്. അത് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേൾക്കോ. അതുപോലെ തന്നെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്ത് ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഞാനൊരു ഇന്റർവ്യൂ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അതെ, അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കണ്ട, ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെയല്ല ഇന്റർവ്യൂ പോയത്. സോ അത് കേൾക്കണമെങ്കിൽ ലിസൺ ടു ദ ഹോൾ എപ്പിസോഡ്. സൗദേ, roll the intro music. Hey everyone, welcome to the most underrated podcast in Malayalam, After Hours Malayali. Samira, ഞാൻ ഇപ്പോൾ അടുത്ത് റിയലൈസ് ചെയ്തൊരു റിയലൈസേഷൻ എന്താന്ന് വെച്ചാൽ, ഞാൻ 5 വർഷമായി ഞാൻ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട്. 18 വയസ്സ് മുതൽ ഞാൻ ജോലി എടുക്കുന്നുണ്ട്. പണ്ട് നമ്മളെ ഉപ്പമാരൊക്കെ നമ്മളോട് ഇങ്ങനെ പറയല്ലേ, ഞാൻ 16 വയസ്സല്ലേ, ഞാൻ 18 വയസ്സിൽ ഇവിടെ ഗൾഫിൽ വന്നതാന്നൊക്കെ പറയട്ടെ. അപ്പൊ ഞാൻ നീ 8 മാസം അങ്ങനെ ശരി 23 ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാന് ഇപ്പൊ അടുത്തിങ്ങനെ കാലം പോയൊരു പോക്ക്. 5 വർഷം എന്ന് പറഞ്ഞാൽ ഹാഫ് എ ഡെക്കേഡ് ഓഫ് മൈ ലൈഫ് ഞാൻ സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്തിട്ട് എന്നൊക്കെ അങ്ങനെ ആലോചിക്കുന്നു. അപ്പോഴാണ് എനിക്ക് വേറൊരു റിയലൈസേഷൻ ഉണ്ട്. അപ്പൊ റിയലൈസേഷന്റെ ഉള്ളിലൊരു വേറെ റിയലൈസേഷൻ എനിക്ക് ഉണ്ടായത് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്ത എല്ലാ ജോബ്സും ബ്ലൂ കോളർ ജോബ്സ് ആയിരുന്നു. വൈറ്റ് കോളർ ജോബ്സ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. സിമ്പിൾ വേർഡ്സില് വൈറ്റ് കോളർ ജോബ്സും ബ്ലൂ കോളർ ജോബ്സ് പറഞ്ഞാൽ, വൈറ്റ് കോളർ ജോബ്സ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു AC ഉള്ള ഓഫീസ് ജോബ്, ഓഫീസിലൊക്കെ ഇരുന്ന് രാവിലെ തന്നെ നല്ല ഫോർമൽസും ലാപ്പിന്റെ ബാഗൊക്കെ പോകുന്നു. ഫിസിക്കലി ഭയങ്കര ഒരു സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ ഉള്ള ഒരു ജോബാണ്. പക്ഷെ എന്നാലും അതിന് അതിന്റേതായ ബുദ്ധിമുട്ടുകൾ, എല്ലാ ജോബിനും അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്. ആൾക്കാര് ഏതൊരു ജോബിനെ കുറിച്ചും അത് സിമ്പിൾ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് നമ്മൾ കൈ ഇങ്ങനെ പൊക്കി പിടിക്കാൻ ഒരു 5 സെക്കൻഡ് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം. അത് 8 മണിക്കൂർ പൊക്കി പിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് ഏതൊരു ജോബും, എത്ര സിമ്പിൾ ജോബ് ആവട്ടെ, അത് 8 മണിക്കൂർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഉദാഹരണം. അപ്പൊ ഞാന് പിന്നെ ബ്ലൂ കോളർ ജോബ്സ് പറയുമ്പോൾ ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മേലനങ്ങി പണിയെടുക്കുന്ന ജോബ്, റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യണത്, ഡിഷ് വാഷിങ്, അല്ലെങ്കിൽ ഒരു ഇവന്റ് മാനേജ്മെന്റിൽ പോയി വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ എന്തൊക്കെ ബ്ലൂ കോളർ ജോബ്സ് അറിയാം, കൺസ്ട്രക്ഷൻ, ലേബർ, കൂലിപ്പണി, ഇതൊക്കെ ബ്ലൂ കോളർ ജോബ്സ്. ഫാക്ടറി വർക്കേഴ്സ്, വെയർ ഹൗസ്, അങ്ങനത്തൊക്കെയാണ് ഞാൻ ബ്ലൂ കോളർ ജോബ്സ് ആയി കാണുന്നത്. ഡ്രൈവിംഗ്, ഡ്രൈവർ പണി. കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ഒരു ജോബ് ആവുകയാണെങ്കിൽ എന്ത് ലെവലിലെ ടാഗ് അല്ല ChatGPT-നോട് ചോദിക്കേണ്ടി വരും. നമ്മൾ ചെയ്യണ പണിക്ക് എന്ത് കോണ്ടന്റ്, ഇതിപ്പോ വൈറ്റ് കോളർ ആയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. AC-ലൊക്കെ ഇല്ല, പക്ഷെ നല്ല അന്തരീക്ഷത്തിലൊക്കെ ഇരുന്ന് ചുമ്മാ. പക്ഷെ അത് ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ദ സെയിം ഡേ ഞങ്ങളെ 4ാമത്തെ എപ്പിസോഡാ അത്. അപ്പൊ 4 എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേന് അതിൻ്റെതായ ഒരു സ്ട്രെയിൻ ഉണ്ട്, പക്ഷെ ഈസിയാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നീ വൈറ്റ് കോളർ ജോബ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, ബ്ലൂ കോളർ ജോബ്സ് ഒന്നും പറയാല്ലോ, ഒരു ജോബ് അല്ല. ശരിയാ, 2 ജോലി. 2 ജോലി. അപ്പൊ അല്ല 3 ജോലി.
നീ പറ നിന്റെ ഒരു എക്സ്പീരിയൻസ്, എന്റെ ബ്ലൂ കോളർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഡിഡക്ഷൻസ് നിന്റെ ഭാഗത്തുനിന്ന്? ഞാൻ പറഞ്ഞുതരാം എന്റെ ഒരു എക്സ്പീരിയൻസ്. ഒന്ന്, ഞാൻ ഫസ്റ്റ് എനിക്ക് അതായത് കോളേജ് കഴിഞ്ഞ പാടന്നെ ഞാൻ വേഗം ഒരു ജോലി സെറ്റ് ചെയ്യണം, 1 year ബ്രേക്ക് എടുക്കണം. ഈ 1 year ബ്രേക്കിൽ ഞാൻ ജോലിയിൽ നിന്ന് കിട്ടുന്ന ക്യാഷിന് ഞാൻ അടിച്ചു പൊളിക്കുന്നു, ട്രാവൽ ചെയ്യുന്നു. ഇതേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ, ഇതിന് കൂടുതലൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു അവസ്ഥ വെച്ച് ഫ്രഷേഴ്സിനൊക്കെ 15,000, 18,000, 10,000 ഇതൊക്കെയാണ് ഒരു ഫ്രഷേഴ്സിനുള്ള ഒരു എമൗണ്ട്. അപ്പൊ ഈ ഒരു സാലറിയാണ്, ഈ ഒരു റേഞ്ച് ഓഫ് സാലറിയാണ് എനിക്കും ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് എന്റെ ഉമ്മ പറയായിരുന്നു, നമുക്ക് ഇതിൽ നിന്നൊന്ന് സേവ് ചെയ്തൂടെ. അപ്പൊ ഞാൻ, കാരണം എനിക്ക് മാസം പെട്രോൾ അടിച്ച് പോയി വരാതെ തന്നെ ഒരു 5,000, 6,000 റുപ്പീസ്. കാരണം വീട്ടുകാര് ഒറ്റക്കായോണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പോയി വരില്ലായിരുന്നു, ഞാൻ അവിടെ നിൽക്കലൊന്നും ഇല്ലായിരുന്നു. നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ ആസ് എ മാൻ. അപ്പൊ ഫസ്റ്റ് എനിക്ക് കിട്ടിയ ജോബ് പറഞ്ഞാല് ഒരു ഇംഗ്ലീഷ് കോഴ്സ് സെല്ലിങ്ങില് ഞാൻ അവിടെ ഒരു അഡ്മിഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പൊ ഞാൻ അവിടെ ഇന്റർവ്യൂവിന് പോയി. ഞാൻ ഒരു സ്റ്റോറി പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേഗം ഓടിച്ചു പറയാം. ഞാൻ അവിടെ ഇന്റർവ്യൂവിന് പോയി. ഞാനിങ്ങനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞാൽ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ ഒരു പോയിന്റ് എത്തുമ്പോൾ എനിക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട് പറയും. പോഡ്കാസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ അതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഇതിനെ കുറിച്ച് കുറെ ചോദ്യം ചോദിക്കും. അപ്പൊ ഈ ഇന്റർവ്യൂ ചോദിക്കുന്ന ആൾക്കാർ വിചാരിക്കും, ഓ നമ്മളാണ് ഇവര് ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ ഇവരറിയാത്ത സംഭവം എന്താന്ന് വെച്ചാല് ഞാനാണ് ഇവർക്ക് ആ ബൈറ്റ് ഇട്ട് കൊടുത്താണ്ട് ഞാൻ വിചാരിക്കുന്ന പോലെയാണ് ഇവരിത് പോകുന്നത്. വിൻ വിൻ സിറ്റുവേഷൻ. അതെ, അങ്ങനെ ആ ഒരു പോഡ്കാസ്റ്റിന്റെ ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവിടെ ജോലി കിട്ടി. അപ്പൊ ജോലി എന്താന്ന് പറഞ്ഞാല് ഇവരെ സ്ട്രാറ്റജി വൻ കോമഡിയാണ്. ഞാൻ ഇവരെ സ്ഥാപനത്തിന്റെ പേര് വെളിപ്പെടുത്തണില്ല, ഇനിയിപ്പോ അവർക്കൊരു ബുദ്ധിമുട്ടാവുണ്ടായിരുന്നു. അപ്പൊ ഇവരൊരു 6 days ക്യാമ്പ് വെച്ചിക്ക. അതായത് 6 days വയനാട് റിസോർട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാന്നുള്ള അതാണ് ഇവരെ ഐഡിയോളജി. എന്നിട്ട് ഇവരെ ഫസ്റ്റ് റൂൾ എന്താ വെച്ചാൽ ഈ ഒരു 6 days ക്യാമ്പില് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. പിന്നെ ഈ ക്യാമ്പിൽ പല ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലൊക്കെ ഇവർ ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങളാണ്. അങ്ങനെയാണ് ഇവർ ഈ ക്യാമ്പ് വെച്ചത്. എന്നിട്ട് ഇവർ ഫോക്കസ് ചെയ്യണത് പ്രീമിയം കസ്റ്റമേഴ്സിനെ, അതായത് ഡോക്ടേഴ്സ്, വർക്കിംഗ് പ്രൊഫഷണൽസ്, ബിസിനസ്മാൻ, അങ്ങനെ ഹൈ ടയർ ആൾക്കാര്. അതായത് അവരുടെ ഫീൽഡിൽ അവർ അടിപൊളിയാണ്, പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അങ്ങനത്തെ ആൾക്കാരെയാണ് ഇവർ ഫോക്കസ് ചെയ്യണേ. എന്നിട്ട് ഈ ഒരു കോഴ്സിന്റെ, അതായത് 6 ദിവസം ഈ ഒരു കോഴ്സിനുള്ളൊരു ഫീസ് പറയണത് എത്ര, 22,000, 23,000 റുപ്പീസാണ്. എന്നിട്ട് ഇവരെ എന്ത് ചെയ്തേ, ഇത് ഫേസ്ബുക്കിൽ അങ്ങോട്ട് ആഡ് റൺ ചെയ്തേ, പൈസ കൊടുത്തിട്ടില്ല. അതായത് ഫേസ്ബുക്കിലുള്ള ആഡില് ഫേസ്ബുക്കിലുള്ള ആഡ് എന്താ, 6 ദിവസം നമുക്ക് വയനാട്ടിൽ പൈസ കൊടുത്തില്ല. എന്റെ ബാഡ് വേർഡിങ്. അതായത് 6 ദിവസം നമുക്ക് വയനാട്ടിൽ ഉല്ലസിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം, റിസോർട്ടിൽ നല്ല തണുത്ത കോടമഞ്ഞിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവര് ആഡും കാര്യമൊക്കെ റൺ ചെയ്തു, അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട്. നമ്പറും കൊടുത്ത്, നമ്പർ ഏതാ, എനിക്ക് എന്ന കമ്പനി ഫോണിൽ സിമ്പിട്ടാണ് ഒരു നമ്പർ കൊടുത്തത്. എന്നിട്ട് ഒരു പൈസ അതിൽ മെൻഷൻ ചെയ്തില്ല, കാരണം ഇവർക്ക് ലീഡ്സ് അത്രയും കിട്ടണം. പക്ഷെ ആ പൈസ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പണി അത്രയും കുറഞ്ഞിരുന്നു. പക്ഷെ ഒരു പൈസ മെൻഷൻ ചെയ്തില്ല, ഇത്രയാണ് ഫീസ് എന്നുള്ളത്. എന്നിട്ട് ഞാൻ ജോയിൻ ചെയ്ത് 3-4 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. എനിക്ക് ഡെയിലി കോള് വരും, അതും വർക്കിംഗ് അവേഴ്സിൽ കോള് വരാണെങ്കിൽ ഓക്കെ, ഇതെന്റെ ജോലിയാണെന്ന് വിചാരിക്കാം. കാരണം ഇവരെ ലൈക്ക് എനിക്ക് അലോട്ട് ചെയ്ത സാലറി എന്നൊക്കെ പറയണേ ഒരു പെർട്ടിക്കുലർ സാലറി. പിന്നെ ഒരു സ്റ്റുഡന്റ് കൺവേർട്ട് ആയാല് 250 റുപ്പീസ് ആയിമേല്. അപ്പൊ നീ പെർഫോം ചെയ്യണ അനുസരിച്ചാണ്. ഞാൻ സത്യം പറയണ അതിൽ കൺവിൻസ് ആയി. അതായത് ഇവരിങ്ങനെ നീ പെർഫോം ചെയ്യണതിനനുസരിച്ചാണ് എന്റെ മാസത്തെ ഒരു വരവ്. ഇവരുടെ ഓരോ അസോസിയേറ്റ്സ് 40,000 റുപ്പീസ് വരെ ഒരു മാസം ഉണ്ടാക്കണവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആള് നല്ല ബിസിനസ് മാനാണ് ഇതിന്റെ ഓണർ. അപ്പൊ ഞാനും അതിൽ വീണുപോയി. അങ്ങനെ ഞാൻ ഈ ജോലി സ്റ്റാർട്ട് ചെയ്ത്, എന്നിട്ട് ഈ ജോലി സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു വീക്കെൻഡ് തന്നെ ഇവര് റിസോർട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോണം എന്ന് പറഞ്ഞാണ്ട് ഇവര് ഇനിയും കൂട്ടി. അങ്ങനെ ഞങ്ങള് ഓഫീസിൽ നിന്ന് 4 ആൾക്കാര് കമ്പനി ചെലവില് റിസോർട്ടൊക്കെ പോയി നോക്കി. അതൊക്കെ സെറ്റ്, അതൊക്കെ ഓക്കെ, പൊളി, താങ്ക് യു. എന്നിട്ട്
ഞാനിങ്ങോട്ട് ജോയിൻ ചെയ്ത 3-ാമത്തെ ദിവസമായി ട്രിപ്പിന് പോണേ. അത് കഴിഞ്ഞ് ഞാൻ വീക്കെൻഡ് കഴിഞ്ഞ് ഓഫീസൊക്കെ എത്തുമ്പോൾ ഓഫീസിലുള്ള അവിടെ എത്രയോ കാലങ്ങളായി വർക്ക് ചെയ്യുന്നവരെ 3 ദിവസമായപ്പോ തന്നെ ട്രിപ്പ് ഫുൾ സംസാര വിഷയമായി. ഇങ്ങോട്ട് മെയിൻ സംഭവം എന്താ വെച്ചാൽ ഡെയിലി കോള് വരും. അതും രാത്രിയൊന്നോ പകലൊന്നോ ഇല്ല. ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയാലും വരും അറിയും ഫോണ് സ്വിച്ച് ഓഫ് ആക്കിയിട്ടായിരുന്നു. കാരണം അതാണ് ഒരു വേഴ്സ്റ്റ് ടൈപ്പ് ഓഫ് ജോബ് എന്ന് പറഞ്ഞാൽ നമ്മളെ പണിന്റെ അവേഴ്സ് കഴിഞ്ഞാലും പണി ബാക്കി വരും അറിയും ഫോൺ സ്വിച്ച് ഓഫ് ആക്കരുത്. കാരണം എന്തേലും ഒരു ലീഡ് വന്നിട്ട് ആൾക്കാർ വിളിച്ചിട്ട് കിട്ടാന്നാലും പിന്നെ അവർ തീരെ വിളിക്കൂല എന്നുള്ളത്. അപ്പൊ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കൂല. പിന്നെ എന്റെ മുകളിൽ ഒരു പ്രഷർ ഉണ്ട്. അതായത് ഇത്ര സ്റ്റുഡൻസ് എങ്കിലും ലീഡ് കൺവേർട്ട് ചെയ്യണം എന്നുള്ളത്. എന്തോ എനിക്ക് ഓർമ്മയില്ല, 10 അങ്ങനെ എന്തോ സ്റ്റുഡൻസ് കൺവേർട്ട് ആവണം. അല്ല, അതാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ 3 ദിവസമായിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിത് രാവിലെ അവിടെ എത്തി വൈകുന്നേരം വരെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുക. അന്നാണ് ഞാൻ മനസ്സിലായത് ഇനി മേലെ ഞാൻ സെയിൽസ് ജോബ് എടുക്കൂല. അന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇത് സെറ്റാക്കി. അങ്ങനെ ഇപ്പൊ രാത്രി 11 മണിക്കൊക്കെ ഉണ്ടാവും വിളിക്കണ്. അപ്പൊ നമ്മളെ മനസ്സിലെന്താ, എനിക്ക് ലീഡ് ഇത് ജനറേറ്റ് ആയി എനിക്ക് ടാർഗറ്റ് മീറ്റ് ചെയ്താലേ കാര്യമുള്ളൂ. നമ്മൾ ഇങ്ങോട്ട് രാത്രി ഒന്നോ പകലൊന്നോ ഇല്ല, ചിലപ്പോ ഈ ആളാവും, ചിലപ്പോ അത് ഞാനിങ്ങോട്ട് ഒരു 100-150 ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. ഒരൊറ്റ ആള് കൺവേർട്ട് ആയില്ല. അപ്പൊ വിചാരിക്കും എന്റെ പോരായ്മയാണ് എന്നുള്ളത്. അല്ല, എന്റെ സംസാരം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്റെ പോരായ്മ അല്ല. എണ്ണയും ഒരു എസ്കിമോക്ക് ഐസും വെക്കാൻ കഴിയുന്ന ആളാണ് സെമീർ. കാരണം ആൾക്കാർ ഇത് കേട്ട് വിളിക്കും. എന്നിട്ട് ഫീസ് കേൾക്കുമ്പോ ഫീസ് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര വൻ അഫോർഡബിൾ അല്ലാത്ത പ്രൈസാ. പിന്നെ അൺഅഫോർഡബിൾ. പിന്നെ ഇവര് ഫേസ്ബുക്കിലാണ് ഈ ആഡ് റൺ ചെയ്തത്. ഫേസ്ബുക്കിൽ ആഡ് റൺ ചെയ്യുമ്പോ എന്താ വെച്ചാല് ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ നിരന്തരം യൂസ് ചെയ്യുന്ന ഒരാളെ ഇത് കാണുന്നത്. ഓരോരുത്ത് ഒരു മാസത്തെ ശമ്പളമായിരിക്കും ചിലപ്പോൾ 20,000 റുപ്പീസ് എന്നൊക്കെ പറയണേ. ഇവർ ഫോക്കസ് ചെയ്യുന്ന പ്രീമിയം കസ്റ്റമേഴ്സ്. പക്ഷെ ഇവർ ആഡ് കൊടുത്തത് ഫേസ്ബുക്കിൽ. പ്രീമിയം കസ്റ്റമേഴ്സ് പറയുമ്പോൾ നമ്മൾ വല്ല മാഗസിനിലോ അല്ലെങ്കിൽ ബിസിനസ് മാഗസിന്, ബിൽ ബോർഡ്സ് ഇതിലൊക്കെയാണ് നമ്മൾ ആഡ് പ്ലേസ് ചെയ്യണ്ടേ. ആ ഒരു ആസ്പെക്ട് അവർക്ക് അറിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു നമ്മളെ പോഡ്കാസ്റ്റിലോട്ട് വരൂ, ഞങ്ങൾ ഒപ്പിച്ചു തരാം പ്രീമിയം കസ്റ്റമേഴ്സ്. നമ്മളെ പോഡ്കാസ്റ്റ് ഡോക്ടേഴ്സ് മുതൽ റോൾസ് റോയ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ. അതെ. അപ്പൊ അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഈ ജോലി എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇത് നിർത്താം. അതെ, ഞാൻ കേറുമ്പോ ഇതിൽ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്താണ് ഇത്ര കാലം നിക്കുന്നുള്ള. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡൊക്കെ ഞാൻ നോക്കി. അപ്പൊ നോക്കുമ്പോ സംഭവം നമ്മൾ ഏത് സ്ഥാപനത്തിലും കോൺട്രാക്ട് സൈൻ ചെയ്താലും നമുക്കൊരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടെങ്കിൽ ആ ഒരു നോട്ടീസ് പീരീഡും കാര്യമൊക്കെ അതിനാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് റിസൈൻ ചെയ്ത് പോരാ. കോൺട്രാക്ട് ഒക്കെ മിയർലി ഒരു പേപ്പറാണ്. ലോ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു എംപ്ലോയിക്ക് നോട്ടീസ് പീരീഡ് ഒക്കെ ഇട്ട് അവിടുന്ന് പോരാനുള്ളതുണ്ട്. പക്ഷെ നോട്ടീസ് പീരീഡ് പറഞ്ഞാൽ മിക്ക സ്ഥലത്തും 1 month 2 month ഒക്കെ. അതുപോലെ എനിക്ക് അവിടെ അപ്പൊ പിന്നെ ഞാൻ എന്റെ 18 അടവും ഇതാക്കിയിട്ട് ഇതെന്തായാലും ഞാൻ നിന്നിട്ട് ഞാൻ ഈ ജോലിയിൽ ഹാപ്പി അല്ല. നിങ്ങൾക്ക് വരെ എത്ര പൈസ തരാറുണ്ടാലും ഞാൻ ഹാപ്പി അല്ല. അപ്പൊ ഞാൻ ഇവരോട് പോയിട്ട് പറഞ്ഞേ എനിക്ക് കമ്പനിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷെ അന്ന് എന്റെ കാക്കന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്റെ കാക്കന്റെ നിക്കാഹാണ് ഈ വരുന്ന ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഓരോ തന്നെ കൺഗ്രാറ്റ്സ് അടിപൊളി എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു പക്ഷെ നിക്കാഹ് സൗദിയിൽ വെച്ചിട്ടാ. അപ്പം അതിനെന്താ നിക്കാഹിന് പോന്നിട്ട് ഇങ്ങോട്ട് വന്നാ പോരെ, ഡെസ്റ്റിനേഷൻ വെഡിങ്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞങ്ങള് ഫാമിലി എല്ലാരും സൗദി പോയിട്ട് ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിക്കണേ. ഹജ്ജ് ചെയ്തിട്ട് വരുന്നല്ല, ഹജ്ജ് കഴിഞ്ഞിട്ട് വരാന്നാണ് വിചാരിക്കണത്. 6-7 മാസം എന്തായാലും ഉണ്ടാവും. അങ്ങനെ എന്നിട്ട് 6-7 മാസം കഴിഞ്ഞിട്ട് എന്തായാലും വരുള്ളൂ. അപ്പൊ ഞാൻ എനിക്ക് തീരെ ആഗ്രഹമില്ല ഇവിടുന്ന് പോവാന്. പക്ഷെ സിറ്റുവേഷൻ എനിക്ക് വളരെ വിഷമമാണ്. പിന്നെ എനിക്ക് ആകെ ഉള്ള ഒരു ബ്രദറാണ്, there is nothing more I can do എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് ഇവരുടെ അതായത് വലിയ ആള് മാനേജർ, പിന്നെ 2-3 മാനേജറിന്റെ കൂടെ ആ ഒരു പോസ്റ്റ് അല്ല, പക്ഷെ ആ ഒരു ലെവലിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, അതിലൊരാൾ എന്നെ അവിടെ താഴെയുള്ളൊരു ഹഗ്ഗമഗ്ഗിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ഹഗ്ഗമഗ്ഗിൽ കൊണ്ടുപോയിട്ട് മൂപ്പര് എന്താ കഴിക്കാൻ എന്താ വേണ്ടേ, ഞാൻ പറഞ്ഞു അല്ല എനിക്കൊന്നും വേണ്ട. അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്താ വെച്ചെടുത്തോ. അതായത് എനിക്ക് മനസ്സിലായി ഇവരിത് നെഗോഷിയേറ്റ് ചെയ്ത് ഇന്നെ ഇവിടെ നിർത്താനാണ് ഈ കൊണ്ടുപോകണമെന്ന്.
ഞാനപ്പം വേണ്ട ഒന്നും വേണ്ട. പിന്നെ മൂപ്പര് നിർബന്ധിച്ചപ്പോ ഞാന് അന്ന് എന്തേലും ഡ്രിങ്ക് എന്തേലും പറഞ്ഞോളാം, എനിക്കൊരു മിൽക്ക് ഷേക്ക് എന്തേലും ഡ്രിങ്ക് എന്തേലും പറഞ്ഞോളാം. എന്നിട്ട് മൂപ്പര് ഫുള്ള് ഞാന് ഈ കമ്പനിയിൽ കയറുമ്പോ ഞാൻ ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഞാൻ ഇവിടെ എത്തി, ഇവിടെ നമ്മൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഇവിടെ ഇതാക്കാം മൂപ്പര് കുറെ എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കി. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു മൂപ്പര് എത്ര കൺവിൻസ് ആയിരുന്നു കാര്യം. ഞാൻ അങ്ങോട്ട് മൂപ്പരോട് എന്ത് ചെയ്യാനാ സർ, ആകെയുള്ള ഒരു ബ്രദർ കല്യാണത്തിന് പോയല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ മൂപ്പരോട് കുറെ പറഞ്ഞു. ഇങ്ങോട്ട് അവസാനം ഓരോട് പറഞ്ഞ് സീനില്ല, പക്ഷെ ഈ കല്യാണം കഴിഞ്ഞ് വരുമ്പോ യു ആർ ഓൾവേസ് വെൽക്കം ഹിയർ എന്നൊക്കെ പറഞ്ഞ് ഒരു കൗണ്ടർ ഓഫർ വെച്ച് സാലറി ഒക്കെ ഇതാക്കി അങ്ങനെ ഫുള്ള് അങ്ങനെ ആ ജോലി ഇറങ്ങിയിട്ടാണ് ഞാന് സെയിൽസ് ജോബ് നോ. നീ സെയിൽസ് ജോബ് നോ എന്ന് പറഞ്ഞില്ലേ, ഞാൻ കുറേ മില്യനേഴ്സിന്റെ വീഡിയോസ് കണ്ടേ. അപ്പൊ ഇവരൊക്കെ ചോദിക്കും എന്ത് ജോബാ നിങ്ങളൊരു ജോബ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് സെയിൽസ് ജോബ് എന്നാണ്. കാരണം എന്നിട്ട് അവർ പറയുന്ന റീസൺ എന്താ വെച്ചാൽ സെയിൽസ് ജോബിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റിയാല് അതാണ് നമുക്ക് ഏറ്റവും ലൈഫിൽ എന്താ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കില്ല് കിട്ടുക. എനിക്കറിയാം അത് ഈ ജോബിൽ സക്സസ്ഫുൾ ആവണം. അപ്പൊ ഞാൻ ആൻഡ്രൂ ടേറ്റിന്റെ ഒരു വീഡിയോ കണ്ടേ. ആൻഡ്രൂ ടേറ്റിന് ഇതേപോലെ ആൻഡ്രൂ ടേറ്റിനോട് ചോദിക്കുമ്പോൾ എന്ത് സ്കില്ലാണ് ഏത് ജോബാണ് നിങ്ങൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ ജോബ് ചെയ്യുക. അപ്പോൾ പറയും ഞാൻ സെയിൽസ് ജോബ് പിക്ക് ചെയ്യും. കാരണം എന്താ വെച്ചാല് അത് ഭയങ്കര യൂസ്ഫുൾ സ്കില്ലാണ്, എല്ലായിടത്തും അപ്ലിക്കബിൾ ആകും. അതുപോലെ തന്നെ എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇൻഫിനിറ്റ് ആണ്, ജസ്റ്റ് ഫിക്സ്ഡ് സാലറി അല്ലാന്ന് പറയും. പക്ഷെ അതിന് നീ പറഞ്ഞ ഡൗൺ സൈഡ്സും ഉണ്ട്. എന്നിട്ട് ഇപ്പം പറയും ഞാൻ ഒരു സെയിൽസ് ജോബ് ചെറുപ്പത്തിൽ വർക്ക് ചെയ്തിരുന്നു, അപ്പൊ എന്താ ജോബ് എന്ന് ചോദിക്കും. അപ്പം പറയും വിൻഡോസ് സെല്ല് ചെയ്താണ്. എന്നിട്ട് അവൻ പറയാം ദാറ്റ് ഈസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ജോബ്സ് ദാറ്റ് യു ക്യാൻ ഹാവ്. അപ്പൊ അതെന്താന്ന് ചോദിക്കും. കാരണം എല്ലാവരുടെ വീടിനും വിൻഡോസ് ഉണ്ട്. നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് ഓൾറെഡി ഉള്ള സാധനം വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിലെ എല്ലാ വിൻഡോസും ഞാൻ റീപ്ലേസ് ചെയ്യാൻ അവരെ കൺവിൻസ് ചെയ്യണം. ഒന്ന് ആലോചിക്കുന്നത് ഡിഫിക്കൽട്ടാണ്. കാരണം അവരെ വിൻഡോയിൽ ഒരു പ്രശ്നമില്ല. അത് മാത്രമല്ല നമ്മൾ ഓരോ വീട്ടിലെ എല്ലാ വിൻഡോസും റീപ്ലേസ് ചെയ്യണമെന്ന് പറയും വേണം. പിന്നെ വിൻഡോസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ചോദിക്കും പിന്നെ എങ്ങനെ നിങ്ങൾ ചെയ്യാറെന്ന് അറിയും. അപ്പോൾ ഞാൻ ഡോറിൽ നോക്ക് ചെയ്യുന്ന അറിയും. അപ്പോൾ ഓക്കെ, അപ്പോൾ അവർ തുറക്കും. എന്നിട്ട് പറയും നിങ്ങൾക്ക് വിൻഡോസ് വേണമെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും എന്താ ഇല്ല ഞങ്ങൾക്ക് വിൻഡോസിൻ്റെ ആവശ്യമില്ല, വിൻഡോസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ പറയും ഈ വിൻഡോ വളരെ സേഫാണെന്ന് പറയും, ഞങ്ങളുടെ വിൻഡോ വളരെ സേഫാണെന്ന് പറയും. അപ്പോൾ ഞങ്ങളുടെ വിൻഡോസിന് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ സേഫാന്ന് പറയും. അപ്പോൾ ആൻഡ്രൂ ടേറ്റ് ചോദിക്കുമല്ലോ ബട്ട് വാട്ട് അബൌട്ട് ദ കിഡ്സ് എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ഒരു എന്താ കിഡ്സ് എന്താ പറയും. അപ്പോൾ പറയും നിങ്ങൾ സേഫ് ആയിരിക്കും, പക്ഷെ കിഡ്സിനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ. ഈ വിൻഡോ വെച്ച് ഈ ഗ്ലാസ് വെച്ച് അത് നടക്കൂല, ഞങ്ങളുടെ ഗ്ലാസ് ബെറ്ററാണെന്ന് പറയും. അങ്ങനെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സെല്ല് ചെയ്യത്ര എന്ത് സ്ട്രാറ്റജി അല്ലേ. അങ്ങനൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. സെയിൽസ് ജോബിൽ നമ്മൾ കുറെ പഠിക്കും, കുറെ ടൈപ്പ് ആൾക്കാരെ നമ്മൾ സംസാരിക്കും, നമ്മളെ ക്ഷമ കൂടും, നമ്മളെ ആങ്കർ മാനേജ്മെന്റ് കുറയും, പിന്നെ നമ്മൾ പൊളൈറ്റായി മാനേജ്മെന്റും കൂടും. അതെ, ആങ്കർ കുറയും, ആങ്കർ മാനേജ്മെന്റ് കൂടും. പിന്നെ നമ്മൾ ഏതൊരു സിറ്റുവേഷനിലും പൊളൈറ്റായി സംസാരിക്കാനും പേഷ്യൻസിൽ സംസാരിക്കാനൊക്കെ പഠിക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം സ്വോട്ട് അനാലിസിസ്, അതായത് നമ്മൾ നമ്മളെ തന്നെ അനാലിസിസ് ചെയ്യുന്നത്. ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഈ ലോകത്ത് പിടിച്ചേക്കാനുള്ള സെയിൽസ് സ്കിൽസ് ഒക്കെ എനിക്ക് ഞാൻ ജോലി ചെയ്തിട്ട് വേണ്ട. കാരണം അത്രക്കും ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു 3-4 ദിവസം കൊണ്ട് ഇവൻ പറഞ്ഞാതിരി നമ്മൾ ഈ ആങ്സൈറ്റി അറ്റാക്ക് പാനിക് അറ്റാക്ക് ഒക്കെ ഉണ്ട് എന്ന് പറയില്ല, അത്ര ഒന്നുമില്ലെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഭ്രാന്തായി. എന്റെ ഉമ്മ വരെ എന്നോട് വന്നിട്ട് എന്താ എനിക്ക് പറ്റിയേ ഇപ്പത്തെ കാലത്ത്, ഉമ്മന്റെ മറ്റേ ഡയലോഗ്, ഇപ്പത്തെ കാലത്ത് അല്ലെങ്കിലും നിങ്ങൾക്കൊന്നും ഒരു ജോലിയിൽ പിടിച്ചു നിൽക്കാൻ അറിയില്ല. എന്താ ഇത് എന്റെ കരിയർ ഓപ്ഷൻ അല്ല, ഞാനൊരു 1 year ബ്രേക്കിന് വേണ്ടി എടുത്ത ഒരു ജോലിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ജോലിയിൽ ഞാൻ ഒരാഴ്ച കൊണ്ട് തന്നെ ഇറങ്ങി. എന്നിട്ട് ആ ടൈമിലാണ് എനിക്ക് സൈബർ പാർക്ക് ഞാൻ 1 year വർക്ക് ചെയ്ത് അവിടെ എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. അപ്പൊ അതായത് ഇതിന്റെ രണ്ടിന്റെ ഓഫർ ലെറ്റർ ഒരുമിച്ചായിരുന്നു. ഇവിടെ ക്യാഷ് കുറച്ച് കൂടുതലായിരുന്നു, അപ്പൊ അത് ഇതായി. അപ്പൊ ഇവിടെ ക്യാഷ് കുറച്ച് കുറവാണ്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് അവരെ വിളിച്ചാണ്ട് നിങ്ങൾ ആ ജോലി ഇപ്പോഴും ഉണ്ടോ ചോദിച്ചേ. അപ്പൊ അവര് പറഞ്ഞു അതെ ലിസ്റ്റില് നിനക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ ജോലി എടുക്കാൻ റെഡിയാണ് പറഞ്ഞു. അപ്പൊ ആണോ എന്നാ അടുത്ത മാസം മുതൽ ജോയിൻ ചെയ്തോ. അപ്പൊ സെറ്റ്. അപ്പൊ ഞാനും ഒരു ജോലി പോയാൽ
പോയത് കിട്ടി. അങ്ങനെ ഞാൻ സൈബർ പാർക്കിൽ പോയി. അപ്പൊ സൈബർ പാർക്കിലാണ് ഞാൻ പ്രോപ്പർ ഒരു വൈറ്റ് കോളർ ജോബിന്റെ ഒരു കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറയാൻ പറ്റിയ ഒരു സ്ഥലം. ഒന്ന് ഞാൻ മനസ്സിലാക്കിയ എന്താ വെച്ചാല്, ഒന്ന് നമുക്ക് ഭയങ്കര കംഫർട്ടിലാണ് ജോലിയും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ സൈബർ പാർക്കിലായപ്പോ തന്നെ അവിടെ AC കാര്യങ്ങൾ അങ്ങനത്തെ കുറെ ഇത്. പിന്നെ അവിടെ ഈ ഒരു എംപ്ലോയികൾ, കാരണം ഇതൊരു IT ഫീൽഡാണ്. IT ഫീൽഡ് പറയുമ്പോൾ എംപ്ലോയീസിന് അത്രക്കും സ്ട്രെസ് ഉണ്ടാവും. എനിക്കല്ല, ഞാൻ വരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു എന്റെ ജോലി. പക്ഷെ ഈ പ്രോപ്പറായിട്ട് ഈ പോഡ്കാസ്റ്റ് പറഞ്ഞ് കേറി. അതെ, ഞാൻ പോഡ്കാസ്റ്റ് ആയിരുന്നു. എന്നിട്ട് ഈ IT, അതായത് ഈ ആപ്പും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണവർക്കൊക്കെ അവർക്ക് വൻ സ്ട്രെസ്സും അവർക്ക് വൻ ഡെഡ് ലൈൻസും കാര്യമൊക്കെ. അപ്പൊ ഇവരെ സ്ട്രെസ്സും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഈ സൈബർ പാർക്കിൽ ഇടക്കിടക്ക് ഓരോ ഇവന്റ്സും കാര്യം വരലുണ്ട്. അപ്പൊ ഇവന്റ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ രസമാണ്. പിന്നെ ഇവര് ഒരു എംപ്ലോയീസിന്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കുറെ സ്പോർട്സ് ഇവന്റ്സ് വെക്കാറുണ്ട്. അതും സെറ്റാ. പിന്നെ ആണെങ്കിൽ വർക്കിംഗ് കൾച്ചറാണെങ്കിൽ നമ്മൾ വരുന്നു, AC ഇരിക്കുന്നു, ഇടയ്ക്ക് ബ്രേക്ക് ടൈമിൽ ചായ കുടിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള രീതിയിലും അടിപൊളിയാണ്. പിന്നെ നല്ല വൃത്തിയുള്ള അന്തരീക്ഷവും കാര്യങ്ങളും, മൊത്തത്തില് അടിപൊളിയായിരുന്നു വൈറ്റ് കോളർ ജോബ്. പക്ഷെ എനിക്ക് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു ആസ്പെക്ട് നോക്കിയാൽ മതി. പക്ഷെ ബാക്കിയുള്ള എൻ്റെ എംപ്ലോയീസിനൊക്കെ കാണുമ്പോൾ ഞാൻ അവരുടെ മുഖത്തുനിന്ന് ആ ഒരു സ്ട്രെസ് മനസ്സിലാക്കലുണ്ട്. കാരണം ഇവർക്ക് ടൈം ലൈൻ ഉണ്ടാവും, ഡെഡ് ലൈൻസ് ഉണ്ടാവും. അപ്പൊ ഇവർ അതിനനുസരിച്ച് കോഡിങ്ങും ഇതൊക്കെ ഫിനിഷ് ചെയ്യണം. ചില ഈ IT എഞ്ചിനീയേഴ്സ്, ഇവിടെ വർക്ക് ചെയ്യണ ഡെവലപ്പേഴ്സ് ഒക്കെ, അവരെ വർക്ക് അവേഴ്സ് 9 to 6 ആയിരിക്കും. പക്ഷെ ഇവര് 9 to 9 ഒക്കെ വർക്ക് ചെയ്യും. പക്ഷെ അവർക്ക് എക്സ്ട്രാ പേയ്മെന്റും കാര്യമൊന്നും കിട്ടണില്ല. അപ്പൊ അങ്ങനെയുള്ള വൈറ്റ് കോളർ ജോബ്സിൽ അങ്ങനെ കുറെ ഇതുണ്ട്. അതായത് നമ്മൾ ടൈമിൽ കൂടുതൽ കുറച്ചും കൂടി വർക്ക് ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഞാൻ മനസ്സിലാക്കിയ എന്താന്ന് വെച്ചാല്, ഇപ്പൊ നാട്ടിലെ ഒരു ബ്ലൂ കോളർ ജോബ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കൂലിപ്പണിക്ക് നമ്മളെ നാട്ടിലെ ഒരു നോർമൽ വൈറ്റ് കോളർ ജോബിനെക്കാട്ടിലും പൈസ കിട്ടുന്നുണ്ട്. കാരണം നാട്ടില് ഇപ്പം ഒരു ബംഗാളി ആൾക്കൊക്കെ കൂലിപ്പണിക്ക് വിളിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് തൊഴിലാളികൾ, അതെ സോറി ഞാനൊരു പൊളിറ്റിക്കലായിട്ട് അങ്ങനെ പറഞ്ഞതല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പം ഇവർക്ക് 900 to 1100 rupees ആണ് പെർ ഡേ ഇവരുടെ കൂലി എന്ന് പറയുന്നത്. ഇവർക്ക് ഡെയിലി വർക്കും ഉണ്ട് എന്നാണ്. പക്ഷെ ഒരു വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ഒരു വ്യക്തി ഫ്രഷർ ആയിട്ട് കയറുകയാണെങ്കിൽ 10,000 12,000 എന്നൊക്കെ പറഞ്ഞാൽ ലെസ് ദാൻ 500 rupees ആണ് ഇവരുടെ പെർ ഡേ. അപ്പം നമ്മളെ നാട്ടിലൊരിത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് പഠിച്ചിട്ടും അതിന്റെ ആ ഒരു റിട്ടേൺസും കാര്യങ്ങളൊന്നും ഇവർക്ക് ജോലി ആവുമ്പോൾ കിട്ടണില്ല. പിന്നെ നമ്മളെ നാട്ടിലൊരിത് വെച്ചിട്ട് നമ്മളെ നാട്ടിലെ സ്കില്ലല്ല, എക്സ്പീരിയൻസ് ആണ് പ്രധാനമായിട്ട് പൈസ തീരുമാനിക്കുക. അപ്പം നല്ല സ്കില്ലുള്ള ഒരു 18 വയസ്സുള്ള ഒരു ചെക്കന് എത്ര പോയാലും പൈസ കിട്ടുന്നതിന് ഒരു കണക്കുണ്ട്. പക്ഷെ ആ ഒരു ലെവൽ ഓഫ് സ്കില്ല്, ആ ലെവലിന്റെ ഒരു 8 on 10 സ്കില്ലുള്ള ആള്, പക്ഷെ ആൾക്ക് ഒരു 5-6 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അയാളെ ഒരു പേയ്മെന്റ് സാലറി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ ഒരു ഇത്ര എന്തായാലും ഉണ്ടാവും ഒരു പുതിയ കമ്പനി പോകുമ്പോൾ. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നത് മോർ സ്കിൽ ബേസ്ഡ് ആവണം പേയ്മെന്റ്സ് ഒക്കെ വരുന്നത്, മോർ ദാൻ എക്സ്പീരിയൻസ്. കാരണം ഈ എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാർക്കും ഇവര് ഇപ്പത്തെ ഈ ഒരു അഡ്വാൻസ് ടെക്നോളജി എന്തൊന്നും ആയിട്ടൊന്നും ഇവര് അത്ര അങ്ങോട്ട് പൊരുത്തപ്പെട്ടിട്ടില്ല. പക്ഷെ യങ്സ്റ്റേഴ്സ് ചിലപ്പോ 15-16 വയസ്സുള്ള പിള്ളേർക്ക് അവരെങ്കാട്ടിലും വൻ നോളേജ് ആയിരിക്കും. പക്ഷെ നമ്മളെ നാട്ടിൽ അതിനൊരു കാര്യമില്ല. കാരണം അതേപോലെ തന്നെ നമ്മൾ ഡിഗ്രീന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഡിഗ്രി എല്ലാ വർഷവും ഡിഗ്രി കൂടുതൽ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പഠിപ്പിക്കുന്ന സിലബസ് ഇപ്പം അതായത് നമ്മളെ പേരൻസ് ഒക്കെ പഠിച്ച കാലത്ത് ഉണ്ടായിരുന്ന സിലബസ് അത്രത്തോളം ഇന്നോവേഷൻ വേൾഡിൽ ഹാപ്പൻ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇന്നോവേഷൻ നടക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് സിലബസോ ടെക്സ്റ്റ് ബുക്കോ കാര്യങ്ങളോ ഒന്നും, കോഴ്സും കാര്യങ്ങളോ ഒന്നും അപ്ഡേറ്റ് ആകുന്നില്ല. എല്ലാ വർഷവും എല്ലാ വർഷവും ഇത് കൂടുതൽ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അതെ, ഞാൻ BCom പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ടിങ് പഠിപ്പിച്ച് തരുമ്പോ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ പഠിക്കണുള്ളൂ, പക്ഷെ നിങ്ങളൊരു ഓഫീസിലൊക്കെ പോകുമ്പോ ഇങ്ങനെയൊന്നല്ല, അവിടെ സോഫ്റ്റ്വെയറും കാര്യമൊക്കെ ഉണ്ട്, വളരെ എളുപ്പമാണ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ പറയുന്ന കാര്യമാണ് ജോലി കയറിയിട്ട് പണി പഠിക്കുക.
അതെ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതി പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത് അസൈൻമെന്റ് ചെയ്ത് ഉള്ള കാര്യങ്ങളൊന്നും അല്ല വർക്ക് എൻവയറമെന്റിലുള്ളത്. അതൊന്ന്. അപ്പോ എല്ലാ വർഷവും ഇത് കൂടുതൽ കൂടുതൽ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് നമ്മൾ എടുക്കണമെങ്കിൽ എല്ലാ വർഷവും കൂടുതൽ 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 എഞ്ചിനീയേഴ്സ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ഗ്രാജുവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സപ്ലൈ ഭയങ്കര അധികം കൂടുകയാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള ജോലികളില്ല. സപ്ലൈ അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സപ്ലൈ അതിനനുസരിച്ച് മാർക്കറ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഡിമാൻഡ് അതിനനുസരിച്ചില്ല, അത്രത്തോളം ജോബ്സ് അവൈലബിൾ അല്ല. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ നമുക്ക് എന്താ പറ്റുക വെച്ചാൽ ആൾക്കാർക്ക് കിട്ടുന്ന ശമ്പളം കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഈ കമ്പനീസിനെ അറിയാം. അപ്പം 8,000 rupees ഒരു എഞ്ചിനീയർ വർക്ക് ചെയ്യാൻ റെഡി അല്ല എന്ന് പറയുമ്പോൾ അറ്റ് ദ സെയിം പ്ലേസ് ഒരു ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ റെഡി ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഈ പേയ്മെന്റും കാര്യമൊക്കെ കുറയുന്നത്. ഞാൻ എന്റെ ഫ്രണ്ട് ഇപ്പൊ അടുത്ത് ഗ്രാജുവേറ്റ് ചെയ്തു. അപ്പൊ ഇവനെ ഇവനെ പ്ലേസ്മെന്റ് കിട്ടി. പ്ലേസ്മെന്റ് കിട്ടിയപ്പോ 18,000 rupees ആണ് ഇവന്റെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവൻ 4 വർഷം എഞ്ചിനീയറിങ്, പ്രാക്ടിക്കൽസ്, എക്സാം, വൈവ, പ്രൊജക്ട്, അസൈൻമെന്റ്, ഉറക്കല്ല അതൊക്കെ പഠിച്ച് 4 വർഷം അത് ചെയ്ത് ഇവൻ ഈ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ഇവന് പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ ഇവൻ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണോ. അങ്ങനെ അവന് കിട്ടിയിട്ട് 18,000 rupees ഒക്കെയാണ് അപ്പൊ സാലറി. ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പൊ എനിക്കിങ്ങനെ തോന്നി, കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ഒന്ന് ക്ലിക്ക് ആയാല് അത് തന്നെയാണ് കറക്റ്റ് പാത്ത്. പിന്നെ അത് മാത്രല്ല, ഇപ്പം നാട്ടില് ഈ IT കമ്പനീസ് ഒക്കെ എത്രത്തോളം സ്റ്റാർട്ടപ്സും കാര്യം വരാൻ കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ കണ്ടത് വെച്ച് ഞാൻ 1 year IT ഫീൽഡിൽ വർക്ക് ചെയ്തത്. അപ്പം ഇൻസൈഡ് ടീ എന്നുള്ള രീതി ഞാൻ പറയാണ്, ഇവരൊരു പ്രോഫിറ്റ് എവിടെ നിൽക്കണെന്ന് വെച്ചാല്, ഈ US യൂറോപ്പിലൊക്കെ ഉള്ള കമ്പനീസ് അവരുടെ ആപ്പോ അല്ലെങ്കിൽ അവരുടെ കമ്പനീന്റെ ആപ്പും കാര്യമൊക്കെ ഡെവലപ്പ് ചെയ്യാന് അവർ US ഒരാളെ നോക്കുകയാണെങ്കിൽ പെർ അവർ $35, $40 ഒക്കെയാണ് മിനിമം IT ഫീൽഡിൽ കൊടുക്കേണ്ടി വരും. വൻ എമൗണ്ടാ. പക്ഷെ അവര് ഒരു ഇന്ത്യയിലുള്ള ഒരു കമ്പനിക്ക് അത് ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ പെർ അവർ എത്ര $20-25 ഒക്കെ അവർ കൊടുത്താൽ മതി. US, യൂറോപ്പ് അങ്ങനത്തെ കൺട്രീസിലെ കമ്പനീസിനെ വെച്ച് നോക്കുമ്പോൾ അത് ചെറിയ എമൗണ്ടാണ്. പക്ഷെ ഇന്ത്യയിൽ വന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പൊ $25 per hour എന്ന് പറഞ്ഞാൽ പെർ ഡേ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ആ പെർ ഡേ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ചിലപ്പം ഒരു 1/2 അല്ലെങ്കിൽ 3/4 ഓഫ് ദ എംപ്ലോയി. അതായത് ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന എംപ്ലോയിന്റെ സാലറി പെർ ഡേന്റെ എമൗണ്ടിന്റെ 3/4 ഒക്കെ ആയിരിക്കും എന്റെ പെർ മന്തിലെ എമൗണ്ട്. എന്നിട്ട് ഈ ഒരു എംപ്ലോയീസിനെ വരെ അങ്ങട്ട്, അതായത് ഈ ചെമ്മരിയാടുകളെ പണിയെടുപ്പിക്കണം, അതെയാണ് വരെ എന്നിട്ട് ഈ ടോപ്പിലുള്ള ഇവർക്ക് എന്ത് ചെയ്യും, ഈ കമ്പനിന്ന് വലിയൊരു എമൗണ്ട് കിട്ടും. ഓരോ പ്രൊജക്ടിനും 1 എമൗണ്ടാ. എന്നിട്ട് വരെ എന്ത് ചെയ്യും, ഇതിന്റെ ചെറിയൊരു വീതാണ് ഇവര് സാലറി എന്ന് പറഞ്ഞിട്ട് ഈ എംപ്ലോയീസിന് കൊടുക്കണേ. ബാക്കിയുള്ളതൊക്കെ ഇവരെ പ്രോഫിറ്റ് ആണ്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നി എന്താ വെച്ചാൽ, ശരിക്കും ഇവർക്ക് അറിയാം, അതായത് 15,000 ഈ ഒരു എഞ്ചിനീയർ വർക്ക് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ വേറെ എത്രയോ ആൾക്കാർ റെഡിയാണ് കിട്ടും. പക്ഷെ അപ്പം ഇവര് ആ ഒരു സംഭവം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അണ്ടർ പെയ്ഡ് ആക്കി അങ്ങനെ വെക്കാണ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എവറി ബിസിനസ് വാണ്ട്സ് ടു മേക്ക് പ്രോഫിറ്റ്, എല്ലാവർക്കും റിച്ച് ആവണം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലെ ഗവൺമെന്റ് ഒക്കെ വേണം ഇതിൽ വന്നിട്ട് ഒരു എംപ്ലോയിക്ക് മിനിമം ഇത്ര കൊടുക്കണം, അല്ലെ നിങ്ങളെ പ്രൊജക്ടിന്റെ കണക്ക് ഇങ്ങനെയാണെങ്കിൽ ഈ കണക്കിന്റെ ഇത്ര ഈ എംപ്ലോയിക്ക് വരണം എന്നുള്ള റൂൾസും, അല്ലെങ്കിൽ ഒരു ക്യാപ് സിസ്റ്റം ഒക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടിയും അടിപൊളിയാവും. അത് വരാത്തോടത്തോളം കാലം ഇങ്ങനെയൊക്കെ തന്നെയാണ് നാട്ടിലൊരു അവസ്ഥ. അതെ, അപ്പൊ ഞാൻ പറയായിരുന്നു, അതായത് നമ്മള് എല്ലാ വർഷവും കൂടുതൽ കൂടുതൽ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ വർഷവും സപ്ലൈ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറമെ ഫീസ് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഭവം കൂടുതൽ കൂടുതൽ ഔട്ട്ഡേറ്റഡ് ആകുമ്പോൾ അതിന്റെ വില കുറയല്ല വേണ്ടത്, പക്ഷെ പകരം ഫീസ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ അതിന്റെ പുറമെ ഇൻഫ്ലേഷനും. അങ്ങനൊക്കെ ആലോചിക്കുമ്പോൾ പണ്ടത്തെ നമ്മളെ പേരൻസ് ഒക്കെ പഠിച്ച അത്ര ആ ഒരു ടൈമിൽ അത്ര വേർത്തിട്ടല്ല ഡിഗ്രീസും കാര്യങ്ങളും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പൊ അതാണ് നമ്മൾ വൈറ്റ് കോളർ ജോബിനെ കുറിച്ച് പറഞ്ഞത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ ഇപ്പൊ അടുത്ത് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൊരു സന്തോഷാർത്ഥം നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ ഷോപ്പില് എനിക്ക് ഒരാളെ ഹയർ ചെയ്യണമായിരുന്നു.
അപ്പൊ ഞാൻ എൻ്റെ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ജോലിയൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പറയും, ഞങ്ങള് ഒരാളെ ഹയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഫസ്റ്റ് ഒരു പെങ്കൊച്ച് ഇന്റർവ്യൂവിന് വന്നു. അപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട്, ഞാൻ എപ്പോഴും ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്, പക്ഷെ ഇന്റർവ്യൂ ഞാൻ ആദ്യമായിട്ട് എടുക്കുകയാണ്. അങ്ങനെ ഞാൻ പോയി. അപ്പൊ ഞാൻ അങ്ങനെ ഇത് കൂൾ എക്സ്പീരിയൻസ് പോഡ്കാസ്റ്റിൽ പറയാന്നൊക്കെ ഞാൻ ഓൾറെഡി മനസ്സിൽ കരുതിയിട്ടാ പോയത്. അങ്ങനെ ഈ കൊച്ചു വന്നു, ഞാൻ ഇരുത്തി. അപ്പൊ ഇരുത്തിയിട്ട് ഞാൻ ചോദിച്ചു, where you coming from എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു എറ്റോബിക്കോക്ക് എന്ന് പറഞ്ഞേ. എറ്റോബിക്കോക്ക് അത് മിസിസാഗന്റെ അടുത്തുള്ള ഒരു സിറ്റിയാണ്. എറ്റോബിക്കോക്ക് എന്ന് പറഞ്ഞാൽ ടൊറോണ്ടോന്റെ അടുത്തുള്ള മിസിസാഗന്റെ അടുത്തുള്ള ഒരു സ്ഥലം. അപ്പൊ ഈ എറ്റോബിക്കോക്ക് എന്ന് കേട്ടപ്പോ ഭയങ്കര ഫാർ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ കുട്ടീനോട്, സോ എത്ര ടൈം എടുത്തു ഇങ്ങോട്ട് വരാനെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു 1 മണിക്കൂർ. അപ്പൊ തന്നെ എന്റെ മനസ്സങ്ങ് അലിഞ്ഞടാ. ഞാനൊരു പാവം കൊച്ചു 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് എന്റെ മനസ്സിലായി. പിന്നെ ഇന്റർവ്യൂ ഒന്നും ചെയ്തെടുക്കാൻ അത്രയൊന്നും ഇല്ല, സാധാ ബേസിക് സ്കിൽസേ ആവശ്യമുള്ളൂ. അതും ഈ കൊച്ചിന് ഒരിക്കലും ഒറ്റക്ക് വർക്ക് ചെയ്യേണ്ട സാഹചര്യമല്ല. ഞാനോ സഹീനോ കൂടെ ഉണ്ടാകും എപ്പോഴും. അപ്പൊ അധികം തോന്നുന്നു. അപ്പൊ എന്റെ മനസ്സ് അപ്പൊ തന്നെ അലിഞ്ഞു. പിന്നെ ഞാൻ ഈ കുട്ടീനോട് ഭയങ്കര സിമ്പതിയിലൂടെ ആയി എന്റെ സംസാരം. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് കുറെ ബസ്സിലൊക്കെ കുറെ യാത്ര ചെയ്യുന്നവരോട് ഭയങ്കര സിമ്പതിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പോഡ്കാസ്റ്റിൽ മുന്നും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മെക്ഡൊണാൾഡ്സിൽ വർക്ക് ചെയ്തിരുന്ന ടൈം എനിക്കൊരു 1/2 മണിക്കൂർ ഒക്കെ ആയിരുന്നു എനിക്ക് എടുക്കുക. 1/2 മണിക്കൂർ 20-25 മിനിറ്റ്സ് ആയിരുന്നു എടുക്കുക ബസ് വഴി വീട്ടിലേക്ക് എത്താൻ. പക്ഷെ കാർ വഴിയാണെങ്കിൽ വെറും 9 മിനിറ്റ്സ് എടുക്കുള്ളായിരുന്നു. എന്നിട്ട് ഞാൻ ഈ വർക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുമ്പോൾ, അതും വിന്ററൊക്കെ ആകുമ്പോൾ -17, -20, -24 ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാലോചിക്കും, ഇപ്പം ആരെങ്കിലും എന്നെ അറിയുന്ന ആരെങ്കിലും ഒന്ന് കാറിൽ വന്നിട്ട് എന്തേ തണുപ്പത്തോടെ നിൽക്കുന്ന കേറ് എന്ന് പറഞ്ഞിട്ട് എന്നെ കയറ്റി വീട്ടിലാക്കിയെങ്കിൽ എന്ത് സുഖം. എല്ലാ പ്രാവശ്യം ഞാൻ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാഗ്രഹിക്കും ആരെങ്കിലും ഒന്ന് വന്ന് എന്നെ പിക്ക് ചെയ്തിറങ്ങി. അങ്ങനെ ഞാൻ അവിടെ മെക്ഡൊണാൾഡ്സ് 1 വർഷത്തിലേറെ വർക്ക് ചെയ്തു. അങ്ങനെ ആ ഒരു മോർ ദാൻ 1 ഇയറിൽ വെറും 3 പ്രാവശ്യത്തെ എന്നെ അറിയുന്ന ആരോ കണ്ടിട്ട് എന്നെ വണ്ടി കയറ്റുള്ളൂ. അതിൽ എമിൽപ്പ ആയിരുന്നു എന്നെ കയറ്റിയിരുന്നത് 3 പ്രാവശ്യമൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഓരോരുത്തർ ഇതേപോലെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് ചോദിക്കും, എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നതെന്ന് വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ അവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. അതേപോലെ എൻ്റെ എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് വർക്കുന്ന ആൾക്കാരെ പിക്ക് ചെയ്യലും വർക്കുന്ന വീട്ടിലേക്ക് ആക്കി കൊടുക്കലും എന്നൊക്കെയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടിവിറ്റിയിൽ പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ഈ ഫുഡ് മാർക്കറ്റിലെ 2 സെക്യൂരിറ്റീസിനെ ഞാൻ വീട്ടിലാക്കി കൊടുത്തിട്ടുണ്ട്. ആ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന വേറെ 2-3 ആൾക്കാരെ ഞാൻ ഇതേപോലെ തന്നെ അവരെവിടെ വീടെന്ന് ചോദിച്ചിട്ട്, കാരണം ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ രാത്രി 1 മണിയൊക്കെയാണ്. എന്നിട്ട് അവരോട് ചോദിക്കും നിങ്ങളെങ്ങനെ വീട്ടിൽ പോകണം. അപ്പോൾ ഒരു സബ്വേയിൽ എത്ര ടൈം എടുക്കും? 1 മണിക്കൂർ 1.5 മണിക്കൂർ. അപ്പൊ എന്റെ മനസ്സിൽ വൻ വിഷമം വരും. അപ്പൊ ഞാൻ എന്നിട്ട് ഇവരെ 1.5 മണിക്കൂർ കാറ് പോകാൻ എത്ര ടൈമാ? 30 മിനിറ്റ്സോ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഒക്കെ മാക്സ്. അപ്പോൾ ഞാൻ എന്നിട്ട് അവരെ ആക്കി കൊടുക്കും. അപ്പോൾ എനിക്ക് ഈ കൊച്ച് 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടാ വന്നേന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമായി സത്യം പറഞ്ഞാല്. എന്നിട്ട് അപ്പൊ പിന്നെ സമീർ പറഞ്ഞ പോലെ അപ്പൊ എന്നിട്ട് ഈ കുട്ടി അങ്ങനെ പറഞ്ഞേ. എന്നിട്ട് അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര വിഷമായി, എനിക്ക് ഭയങ്കര സിമ്പതിയായി കൊച്ചിനോട്. പിന്നെ സമീർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സാധാ ഷാക്കാണ്, അത്ര വലിയ സ്കില്ലോ ക്വാളിഫിക്കേഷനോ ഒന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോബാണ്. 1 വീക്ക് അവിടെ വർക്ക് ചെയ്താൽ തന്നെ ഒരു മനസ്സിലാവും. 1 വീക്കിന്റെ ആവശ്യമില്ല, കുറച്ച് ദിവസം വർക്ക് ചെയ്താൽ തന്നെ 3 ദിവസം കൊണ്ടൊക്കെ ഫുള്ളി പിക്ക് ചെയ്യാൻ പറ്റുന്ന ജോബാണ്. അപ്പോൾ ഇന്റർവ്യൂവിൽ അധികം ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാനില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ അങ്ങനെ, അല്ലാതെ വൈ ഷുഡ് വി ഹയർ യു അതൊന്നും ഞാൻ ചോദിക്കാൻ. അതെ, അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചു വേറെ എവിടെയെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ 2 മിനിറ്റിൽ ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പൊ ചോദിച്ചോ what is the color of the wall behind you? എന്തിനടാ. എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇനി എന്താ പ്ലാന്? 2 മിനിറ്റിൽ ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ പ്ലാന്? അപ്പൊ ഞാൻ സബ്വേ കയറി തിരിച്ചു പോകും. അപ്പൊ
അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ അങ്ങോട്ടൊരു മണിക്കൂർ 2 മിനിറ്റിൻ്റെ ഇൻ്റർവ്യൂക്ക് വേണ്ടി പാവം കൊച്ച് യാത്ര ചെയ്തത് 2 മണിക്കൂർ. എനിക്ക് എൻ്റെ സങ്കടം വിഷമം സഹിച്ചു വെക്കാൻ ആയതുകൊണ്ട് ഞാൻ കുട്ടീനോട് പറഞ്ഞു ഐ എം സോ സോറി 2 മിനിറ്റ് ഇൻ്റർവ്യൂക്ക് വേണ്ടി നിങ്ങൾ 2 മണിക്കൂർ ട്രാവൽ ചെയ്ത്. അപ്പോൾ പറഞ്ഞു ഓ ദാറ്റ്സ് ഓക്കെ, ഇത് എൻ്റെ ആവശ്യമാണ് ജോലി കിട്ടൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഇതായി, എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്നത് അറിയാത്ത പോലെ. എന്നിട്ട് ഞാൻ ഓക്കെ എന്നാൽ താങ്ക് യു, ഞങ്ങൾ അറിയിക്കാം. സഹീൻ എന്നോട് പറഞ്ഞിരുന്നു ഈ കൊച്ചിനോട് പറയണം നമ്മൾ വേറെ ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് ഈ 2 മണിക്കൂർ യാത്ര ചെയ്ത കുട്ടീനെ നോക്കിയിട്ട് ഞങ്ങൾ വേറെ ആൾക്കാരെ നോക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഈ കൊച്ച് അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഈ കൊച്ച് പോകാൻ നേരം എന്നെ നോക്കിയിട്ട് പറഞ്ഞേ താങ്ക് യു ഫോർ കൺസിഡറിങ് മീ എന്ന് പറഞ്ഞേ. അതും കൂടെ കേട്ടപ്പോത്തിന് ഞാൻ ഇല്ലാണ്ടായി. ഞാൻ അങ്ങനെ വലിയ മുതലാളിയൊന്നും അല്ല. അങ്ങനെ എനിക്ക് ആകെ ബാഡായി. എന്നിട്ട് ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് കടയിൽ പോയിട്ട് ഞാനിങ്ങനെ ഞാൻ വിചാരിച്ച പോലെ അല്ല ഇന്റർവ്യൂ പോയത്, ഞാൻ ചെയ്തൊരു അടിപൊളി എക്സ്പീരിയൻസ് ആകും പോഡ്കാസ്റ്റ് എന്നൊക്കെ പറയാന്നൊക്കെ. പിന്നെ അപ്പോഴേ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, ഞാൻ മനസ്സിൽ അപ്പോഴേ ഇന്റർവ്യൂവിന് മുന്നേ വിചാരിച്ചിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കുടിക്കാൻ എന്തെങ്കിലും വേണോ, മിൽക്ക് ഷേക്കോ ക്രേപ്പോ എന്തെങ്കിലുമൊക്കെ വേണോ, കഴിച്ചിട്ട് പൊക്കോ എന്നൊക്കെ പറയാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഈ ഒരു ഇതിൽ ഞാൻ അതും മറന്നുപോയി. എനിക്ക് ആകെ ബാഡ് അടിച്ച്. ഞാൻ ഫോൺ എടുത്ത് ഈ കുട്ടീനെ വിളിച്ചു. അതുകൊണ്ട് നീ പോയോന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു അല്ല ഞാൻ സബ്വേ സ്റ്റേഷൻ എത്തിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ സോറി, ഞാൻ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ കുട്ടി പറഞ്ഞു അതൊന്നും പ്രശ്നമല്ല, ഓക്കെ ഞാൻ കട്ട് ചെയ്ത്. എനിക്ക് അതിലേറെ ബാഡായി. ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് സംഭവം ശരിയാണ്, നിനക്ക് കുറച്ച് മനുഷ്യത്വം ഉള്ളതൊക്കെ നല്ലതാണ്, കുറച്ച് സിമ്പതിയും എമ്പതിയൊക്കെ ഉള്ളത് നല്ലതാണ്. ബട്ട് നീ മനസ്സിലാക്കണം, നീ ഒരു ബിസിനസ് ഓണറാണ്, നീ ഒരു ബോസാണ്, നിനക്ക് ആൾക്കാരെ ഇമോഷൻലെസ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യണം, എന്നിട്ട് അതിൽ ബെസ്റ്റ് ആളെ നീ ചൂസ് ചെയ്യണം, അല്ലാതെ സിമ്പതി ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വേറെ 2 ആൾക്കാർ വന്ന് അവരെ ഞാനുണ്ട് ഇല്ല ഞാൻ ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു കൊച്ചിന് ഓൾറെഡി ഒരു ജോബ് ഉണ്ട്, ഒരു കൊച്ചിന് തീരെ ജോബില്ല. അപ്പൊ ഈ 2 ആൾക്കാരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു. അതിൽ ഈ ജോബ് ഓൾറെഡി ഉള്ള കുട്ടിയാണ് നന്നായി പെർഫോം ചെയ്തത് മറ്റേതിനേക്കാളും. എന്നിട്ട് ഞാൻ എൻ്റെ ഉപ്പനോട് ഇങ്ങനെ സംസാരിക്കുന്നു. ഞാൻ ഉപ്പനോട് ഇങ്ങനെ പറഞ്ഞേ 2 ആൾക്കാരെ ഇന്ന് ഇന്റർവ്യൂ ചെയ്തു, അതിലൊരു ആൾക്ക് ഓൾറെഡി ജോബ് ഉണ്ട്, പക്ഷെ ആ കുട്ടിയാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. അപ്പൊ മറ്റേതിന് ജോലിയേ ഇല്ല, അപ്പൊ എന്താ ചെയ്യണ്ടേ എന്ന് ഞാൻ ഒരു കൺഫ്യൂഷനിലാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എൻ്റെ ഉപ്പ പറഞ്ഞേ ഓൾമോസ്റ്റ് ക്ലോസ് ഒക്കെ ആണെങ്കിൽ ജോലി ഇല്ലാത്ത ആ കുട്ടിക്ക് കൊടുത്തോ, കാരണം നമ്മൾ അവർക്ക് അന്നം നൽകുന്നതിനെ ഒരു വഴി ഒരുക്കി കൊടുത്താൽ അതിനാണ് കൂടുതൽ ബ്ലെസ്സിങ്സ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ച് അങ്ങനെ ഇന്ന് നമ്മളെ ഹയർ ചെയ്തു. ജോലിയുള്ള അല്ല ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്തേ ആ കുട്ടീനെ ഞാൻ ഹയർ ചെയ്തു. അപ്പൊ ഞാൻ പറയാം എൻ്റെ ഒരു ഫസ്റ്റ് ഇന്റർവ്യൂവർ. അതേപോലെ കടയിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായി. നമ്മള് ഞാൻ ടൊറോണ്ടോയിൽ പ്രൈഡ് മന്തിന്റെ ഒരു കൊട്ടിക്കലാശം ഉണ്ടായിരുന്നു, LGBT പ്രൈഡ് മന്തിന് റാലിന്റെ ഒരു കൊട്ടിക്കലാശം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തലേ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഷോപ്പ് നിൽക്കുന്ന വേൾഡ് ഫുഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ടൊറോണ്ടോയിലുള്ള ഒരു സ്ഥലത്താണ്. അപ്പൊ അവിടെ അതിൽ കുറേ ഷാക്സ് ഉണ്ട് എന്റെ പോലെ തന്നെ. അപ്പൊ അതിൽ ഒരു ഷാക്കിന്റെ ഒരു ഓണർ ഉണ്ട്, ഒരു സാബ്, ബംഗ്ലാദേശിയാണ്. അപ്പൊ മൂപ്പര് ഞങ്ങളെ അടുത്തേക്ക് വന്നിട്ട് നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്. മൂപ്പര് വന്നിട്ട് ഞങ്ങൾ പുതിയ ആൾക്കാരാണല്ലോ, ന്യൂ കിഡ്സ് ഇൻ ദ ബ്ലോക്ക്. മൂപ്പര് വന്നിട്ട് നമുക്ക് കുറെ അഡ്വൈസ് ഒക്കെ തരാറുണ്ട്, ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ, ഫുഡ് കൊടുക്കുമ്പോൾ ഉറക്കെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും നിങ്ങളെ മെനുവിൽ ഈ ഐറ്റം ഉണ്ട് അങ്ങനെയൊക്കെ. അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ എന്താ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇപ്പൊ ട്വിസ്റ്റർ പൊട്ടേറ്റോ കൊടുക്കുന്നെങ്കിൽ വിൻഡോന്ന് ഇങ്ങനെ പുറത്തൊക്കെ ആക്കി കസ്റ്റമേഴ്സ് ഒക്കെ കാണുന്ന രീതിയിൽ കൊടുക്കുക, അതൊക്കെ ഞാൻ ചെയ്യാം. പക്ഷെ മൂപ്പര് പറയുമ്പോൾ പ്രായ ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മള് ഓ ശരിയാ നല്ലൊരു ഐഡിയ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മൂപ്പരെ ഡിസ്കറേജ് ചെയ്യാൻ നിൽക്കാറില്ല, തൃപ്തിപ്പെടുത്തുക. അങ്ങനെ മൂപ്പര് പക്ഷെ ഒരു ചൂടനാണ്, ഷോർട്ട് ടെമ്പേർഡ്, വളരെ ഷോർട്ട് ടെമ്പേർഡ് ആണ്. മൂപ്പർക്ക് ഒരു മകനുണ്ട്, ഒരു 30s. അപ്പൊ ഈ മകനും മൂപ്പരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ചീത്ത കേൾക്കണം നമുക്ക് കാണാൻ പറ്റും, ഇടക്കിടക്ക് കാണാൻ പറ്റും. ജോർഗീസിന്റെ അതിരാ എന്നെ ഇന്നലെയും തല്ലി. 10-30 ചില്ല വയസ്സായെങ്കിലും ഇയാള് മോനോട് ഇങ്ങനെ ചൂടാവും നമുക്ക് ഇങ്ങനെ കേൾക്കാം. പക്ഷെ ഇയാൾ വൻ ചൂടനാ. അപ്പൊ ഈ ചൂടനാവുന്ന ദിവസം ഇയാള് മോന്റെ കാറിന്നൊക്കെ ഇറങ്ങുന്ന ദിവസമാണ് ഡോറൊക്കെ ഇങ്ങനെ ടോ എന്നിട്ട് അടച്ചിട്ടൊക്കെ ഇറങ്ങാം. അപ്പൊ അങ്ങനൊക്കെ എന്നിട്ട് പിന്നെ ഇപ്രാവശ്യം കാനഡയില് ഇൻഫ്ലേഷനും ഒരു റിസഷനൊക്കെ പോലെ ആയതുകൊണ്ട് കച്ചവടമൊക്കെ കുറവാണ് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോ. അപ്പൊ ഇയാൾ അതിൽ വൻ സ്ട്രെസ്സിലാണ്. അപ്പം ഇയാളുടെ മോനെ ഞങ്ങളോട് പറയാണ്
ബിസിനസ് വളരെ മോശമായതുകൊണ്ട് ഞാനും എൻ്റെ ഫാദറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രശ്നത്തിലാവുകയാണ് എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ എന്നിട്ട് മൂപ്പരും മോനും വേറെ വേറെ സിറ്റീസിലാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മള് പ്രാവശ്യം ചോദിച്ചതോ നിങ്ങൾക്ക് മോന്റെ കൂടെ നിന്നൂടായിരുന്നോ, അല്ലെങ്കിൽ ആ സിറ്റിയിലെങ്കിലും നിന്നൂടെന്ന് പറഞ്ഞേ. അപ്പൊ മൂപ്പര് പറഞ്ഞേ എന്റെ മോന് ഒരു പൂച്ച ഉണ്ട് വീട്ടില്, എനിക്ക് പൂച്ച അലർജിയാണ്, അതുകൊണ്ടാണ് എനിക്ക് അവിടെ നിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ നമ്മള് ഓക്കേന്ന് പറഞ്ഞേ. പിന്നെ ഞാനും സെയിനും തമ്മ നോക്കിട്ട് പറഞ്ഞേ മോന് കണ്ടറിഞ്ഞു പൂച്ചനെ വെച്ചത്. മോന് പൂച്ചനെ താല്പര്യമേ ഉണ്ടാവില്ല, പക്ഷെ കുടുംബം നിലനിന്ന് പോവാന് ഒരു പൂച്ചനെ വെച്ച അങ്ങനെ. അപ്പൊ ഈ പ്രൈഡ് മന്തിന്റെ തലേന്ന് ഈ സാഹിബ് ഞങ്ങളുടെ ഷോപ്പിന്റെ അവിടെ വന്നു. ഷോപ്പിന്റെ അവിടെ വന്നപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പൊതുവെ എന്താ വെച്ചാൽ ഒരു ചെവിയിൽ എയർപോർട്സ് വെച്ചിട്ട് ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ടാകും. പക്ഷെ എന്റെ ഒരു ചെവി എപ്പോഴും ഫ്രീ ആയിരിക്കും. അപ്പൊ മൂപ്പര് വന്നിട്ട് ഡു യു നോ വാട്ട് ഈസ് ടുമോറോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ എന്റെ എയർപോർട്സിൽ പോഡ്കാസ്റ്റ് പോസ് ചെയ്തു. അപ്പൊ മൂപ്പര് പറഞ്ഞു ടേക്ക് ദാറ്റ് ഓഫ്, ഐ എം ഗിവിംഗ് യു അഡ്വൈസ് എന്ന് പറഞ്ഞോട്. ചൂടായി. അപ്പൊ ഞാൻ പറഞ്ഞേ, ഞാൻ നൈസായിട്ട് പറഞ്ഞേ ഐ ക്യാൻ ഹിയർ യു എന്ന് പറഞ്ഞേ. അപ്പൊ മൂപ്പര് പറഞ്ഞേ പ്രൈഡ് മന്താണ് വരാൻ പോന്നെ, വൻ തിരക്കായിരിക്കും, നീ വിചാരിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി തിരക്കുണ്ടാവും, അപ്പൊ സ്റ്റോക്ക് നീ എക്സ്ട്രാ സ്റ്റോക്ക് ചെയ്തോ, സ്റ്റാഫ് എക്സ്ട്രാ സ്റ്റോക്ക്. മൂപ്പര് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. എന്നിട്ട് മൂപ്പര് ഓക്കെ എന്നിട്ട് മൂപ്പര് പോയി. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞാൻ മൂപ്പരുടെ ആരുമല്ല, എന്നിട്ട് മൂപ്പര് എന്നോട് ഇങ്ങനെ ചീത്ത പറഞ്ഞേക്ക് മോനോടൊക്കെ എന്തോരം ഇയാൾ കത്തുന്നുണ്ടാകുമെന്ന് ഞാൻ അങ്ങനെ മനസ്സിലാലോചിച്ച്. പിന്നെ ഞാൻ ആലോചിച്ചെന്താ വെച്ചാ ഇദ്ദേഹത്തിന് ഒരു 50 ചില്ലാൻ വയസ്സുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ച് 19 വയസ്സായിട്ടും ഇദ്ദേഹം ഇയാളുടെ ഒരു ടെമ്പർ കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞാല് അതൊരു പരാജയം തന്നെയാണ്. ലജ്ജാവഹം എന്നാണ് ആ വാക്ക്. കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ സ്നാപ്ചാറ്റിന്റെ ആ ഒരു റീല് വന്നിരുന്നല്ലോ. അപ്പം എനിക്കറിയണ ഒരു കുറച്ചൊരു 30s ഉള്ള ഒരു ലേഡിയാ. അപ്പൊ ഈ ലേഡി എനിക്ക് മെസ്സേജ് എന്തൊക്കെ ഞാൻ ഈ കേൾക്കുന്ന ലജ്ജാർഹം എന്നൊക്കെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങള് മലയാളം കുറച്ച് ഇൻപുട്ട് ഇടാറുണ്ട് ഒക്കെ ഞാൻ വൻ കോൺഫിഡൻസിൽ. എന്നിട്ട് ഈ പെണ്ണ് അതായത് എനിക്ക് കറക്റ്റ് ചെയ്ത രീതി ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ പൊളൈറ്റ് ആയിട്ട് എന്നെ കറക്റ്റ് ചെയ്ത. എന്നോട് പറഞ്ഞ് ഒരു കാര്യമുണ്ട്, ലജ്ജാർഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കില്ല, ലജ്ജാവഹം എന്നാണ് ആ വാക്ക്. ലജ്ജാവഹം എന്നാണ് വാക്കാരന്. എന്നിട്ട് നമ്മളിങ്ങനെ അതാക്കി ഇങ്ങോട്ട്. പിന്നെ പക്ഷെ ഇങ്ങോട്ട് 36 നിങ്ങള് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ സൗദി ഒക്കെ അല്ലേ, ഇങ്ങോട്ട് നിങ്ങൾ ഇത്ര മലയാളമൊക്കെ സംസാരിക്കണ വലിയ അതിശയാണ്. കാരണം എനിക്ക് അതായത് നമ്മളിങ്ങനെ സംസാരിച്ചു വന്നപ്പോ ടോപ്പിക്ക് എവിടെ എത്തിയെന്ന് വെച്ചാല്, ഞാൻ ഇത് പോഡ്കാസ്റ്റ് പറയണമെന്ന് വിചാരിച്ച ടോപ്പിക്കാ. അതായത് നമ്മളെ നാട്ടില് 2 kinds of പേരൻസ് ഉണ്ട്. ഒരു പേരൻസ് അറിയണത് ഇങ്ങനെ ചിലപ്പം പുറത്തും ഇതൊക്കെ ജനിച്ചു വളർന്നുകൊണ്ട് പിള്ളേർക്ക് മലയാളം ഒന്നും അത്ര അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സർവൈവൽ മലയാളമൊക്കെ അവർക്ക് അറിയുണ്ടാവുള്ളൂ. ചിലപ്പം വായിക്കാൻ കുറച്ച് സ്ലോ ആവും, എഴുതാൻ അധികം അറിയുണ്ടാവില്ല, അവർ സംസാരിക്കാൻ അറിയാം പക്ഷെ അത്ര സ്ഫുടത ഉണ്ടാവില്ല. അവരുടെ ഒരു ഫാക്ടേഴ്സ് അറിയണ ഇവര് പുറത്ത് ജനിച്ചു വളർന്നുകൊണ്ടാണ്. നമുക്ക് മലയാളം അറിയില്ല നീ പറ. പക്ഷെ ചില കൈൻഡ് ഓഫ് ആൾക്കാരുണ്ട്, ഈ പിള്ളേർക്ക് മലയാളം ഒന്നും അറിയണ്ടാവില്ല, പക്ഷെ അതില് ഈ പേരൻസിന് വൻ അതായത് ഞങ്ങളെ മക്കള് പുറത്ത് പഠിച്ചതല്ല, അവർക്ക് മലയാളം ഒന്നും അറിയില്ല പറഞ്ഞു വൻ പ്രൗഡ്. ഇംഗ്ലീഷ് ഒക്കെ ഞങ്ങള് വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളാ ഒരു മാതൃഭാഷ എന്നുള്ള ഒരു സംഭവം നമ്മളെ കൾച്ചർ വാല്യൂസ് ഒക്കെ എന്തായാലും നമ്മളെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ട് തന്നെ വേണം വളർത്താൻ. കാരണം ഇപ്പൊ നമ്മള് അത് പഠിപ്പിച്ചില്ലെങ്കിൽ ഇനി ഈ പിള്ളേർക്ക് ഒരു മക്കളുണ്ടാവുമ്പോ അവര് തീരെ അത് പഠിപ്പിക്കൂല. പിന്നെ നമ്മളെ ആ കൾച്ചറും വാല്യൂസും കാര്യങ്ങളൊക്കെ ഒരു 2-3 ജനറേഷൻസ് കഴിഞ്ഞാൽ ഡൈ ഡൗൺ ആവും, അത് ഇല്ലാതാകും. പിന്നെ നമ്മളുടെ കൾച്ചർ എന്താന്ന് പറയുമ്പോ നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിച്ച് അങ്ങനെ വിട്ടതെങ്കിൽ, മലയാളം ഒന്നും ഇല്ലാതെയാണ് വിട്ടതെങ്കിൽ, നമ്മളുടെ കൾച്ചർ എന്താ പറയുമ്പോ അമേരിക്കൻ കൾച്ചർ നമ്മളുടെ കൾച്ചർ ആവില്ല, ഒരു കൾച്ചർലെസ്
കൾച്ചർ ഇല്ല, കൾച്ചർലെസ് ഫെല്ലോ എന്നൊക്കെ ടീച്ചർമാര് പറയുമ്പോ ഇവരത് ഉള്ളിക്കെടുക്കും. കൾച്ചറില്ല. അപ്പം അങ്ങനത്തെ പേരൻസ് ഒക്കെ അത് കാണുമല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കണത് യെസ് വെരി വെൽ. കാരണം പിന്നെ ഇപ്പത്തെ ഒരു കണ്ടീഷനിൽ വേൾഡില് ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാറിനാല് വൺ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷെ എന്തായിരുന്നു ഇംഗ്ലീഷ് മാത്രം പഠിപ്പിക്കുക, അല്ലെ ഇംഗ്ലീഷിൽ പ്രൗഡി കണ്ടെത്തുക. മക്കളെ കൊണ്ട് ഒരു ഫാമിലി ഫംഗ്ഷനിൽ പോകുമ്പോൾ അവർ ഇംഗ്ലീഷ് പറയുമ്പോൾ കൈ കൊട്ടിയാണ്ട് ഇവർക്ക് മലയാളം ഒന്നും അറിയില്ല അങ്ങനെ പറയുന്നവരോട് ഞങ്ങൾക്ക് അറിയില്ല, എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. എനിക്കും. അതെ. സോ അതും ഞാൻ ഈ എപ്പിസോഡിൽ പറയണം, അല്ല ഈ എപ്പിസോഡിലല്ല പോഡ്കാസ്റ്റിൽ പറയണമെന്ന് വിചാരിച്ചിരുന്നു. നല്ല രീതിയിൽ ബ്ലെൻഡായി വന്ന്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് എൻഡ് ചെയ്യണോ? എൻഡ് ചെയ്യാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. സോ ഈ എപ്പിസോഡ് അവസാനം വരെ കേട്ട എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും മെമ്മറബിൾ ഫീഡ്ബാക്ക് എന്തെങ്കിലും വായിക്കാനുണ്ടോ? മെമ്മറബിൾ ഫീഡ്ബാക്ക് വായിക്കുന്നതിന് മുന്നേ നമ്മളോട് കുറെ ആൾക്കാർ നമ്മളുടെ ഫോൺ നമ്പറൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. നിനക്ക് മെസ്സേജ് അയക്കുന്നില്ല? എന്നോട് കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കാം. നമ്മൾ ഇൻസ്റ്റയിൽ ഇതിലൊക്കെ അവൈലബിൾ ആണ്, നമ്പറിന്റെ ആവശ്യം. അവര് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി നമ്മളെ കിട്ടാനാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇമ്മീഡിയറ്റ്ലി ഞങ്ങളെ കിട്ടാൻ മാത്രമുള്ള ബന്ധം നമ്മൾ ഇല്ലല്ലോ. അതെ. അപ്പൊ ഫോൺ നമ്പർ വെച്ച് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. സോറി, ഞാൻ അവരോട് നേരിട്ട് പറയാന് ഞാൻ കുറച്ച് ഷുഗർ കോട്ടൊക്കെ ചെയ്തിട്ടാണ് പറയാറ്. പക്ഷെ ഞാൻ ഇവിടെ പബ്ലിക്കായിട്ട് പറയാം, ഫോൺ നമ്പർ ഒന്നും തരാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൈവറ്റിന്റെ മാത്രല്ല ഞാൻ കൺസിഡർ ചെയ്യല്, അതായത് അത്രക്ക് എമർജൻസിയിൽ വിളിക്കേണ്ടവർക്കൊക്കെ ഫോൺ നമ്പർ കൊടുത്താൽ മതി. അല്ലാത്തവരൊക്കെ ടെക്സ്റ്റ് ചെയ്താൽ മതി, അത്ര എമർജൻസി ഉള്ളൂ. അതെ, അങ്ങനെ ഉണ്ട്. പിന്നെ നമ്മളുടെ പോഡ്കാസ്റ്റിന്റെ ഒരു ലിസണറായ ഷഫ്ന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, അവള് മലേഷ്യയിൽ എന്തോണ് പഠിക്കുന്നത്. അപ്പൊ അവള് എന്നോട് പറഞ്ഞു അവളുടെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവരോടും അവള് നമ്മളെ പോഡ്കാസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പോഡ്കാസ്റ്റ് അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ യൂണിവേഴ്സിറ്റി മലേഷ്യയിലാണെങ്കിലും ഫുള്ള് മലയാളികളാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ഇല്ല, കുറെ മലയാളീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ പോഡ്കാസ്റ്റിന്റെ വേറെ ലിസണറായ നിസ്മ എന്നോട് പറഞ്ഞു, നമ്മള് എന്റെ നാട്ടുകാരി നിസ്മ എന്നോട് പറഞ്ഞു നമ്മളെ ഇഫ്താറിന് നമ്മളൊരു ഇവന്റിന് പോയിരുന്നല്ലോ, TLM. അത് മീഡിയ വണ്ടിൽ വന്നപ്പോ നമ്മളൊക്കെ കണ്ടിരുന്നു ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞേ അത് നിനക്ക് തോന്നിയതാവുന്ന എന്നോട് നീ ഒരു ക്രീം ജാക്കറ്റ് ഒക്കെ ഇട്ടത്, ബ്രൗൺ ജാക്കറ്റിൽ ഇട്ടത്. ഞാൻ ശരിയാണ് പറഞ്ഞ, ഞാൻ കണ്ടിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെയാണ് മെമ്മറബിൾ ഫീഡ്ബാക്ക്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ സമയം രാത്രി 1:15 1:15 AM. ടെമ്പറേച്ചർ ഒരു 17-16 എത്തിയിട്ടുണ്ടാവും. അതെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മൾ ഉപസംഹരിക്കുകയാണ്. സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്. Your favorite host Samir Roshan signing off. And Zayan Zakir, peace out. നമുക്കൊരു എപ്പിസോഡ് ചെയ്തല്ലോ. 1:15 നമുക്ക് 2:00 സെറ്റ് ചെയ്താ ഞാൻ റെഡിയാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ ഞാനും റെഡി. നമുക്ക് അതിനനുസരിച്ച് പോവാം. എന്തായാലും മിൽട്ടണിലെത്തുമ്പോ 2:00 ആവും. ശൈല വിക്കി ഘോഷെല്ലാം ഡാൻസ് ചെയ്താട്ടോ.